റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരടിമയ്ക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം വമൻ റുസിഖ സബ്റ ലം യുഹറം സവാബാ. സഹോദരങ്ങളെ, ആർക്കെങ്കിലും ക്ഷമയുണ്ടെങ്കിൽ, സബറുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, അവന് വണ്ണമായ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ആർക്കെങ്കിലും ക്ഷമയുണ്ടെങ്കിൽ വണ്ണമായ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സൂറത്ത് സുമറിലൂടെ 10-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ വന്നുപോയ പരീക്ഷണങ്ങളുണ്ടല്ലോ, ഈ ദുനിയാവിൽ വന്നുപോയ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ക്ഷമയോടുകൂടി ഒരു വിശ്വാസി ജീവിച്ച സഹോദരങ്ങളെ, പലർക്കും ഇന്ന് രോഗങ്ങളാണ്, പല വിധത്തിലുള്ള രോഗങ്ങളാണ്. അല്ലാഹു അതൊക്കെ ശിഫാ നൽകട്ടെ, പരിപൂർണമായും അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. എത്രയെത്രയോ രോഗികളാണ് നമ്മുടെ നാടുകളിലുള്ളത്. നമ്മുടെ അയൽവാസികളിൽ പലരും രോഗികളാ, നമ്മുടെ സഹോദരങ്ങളിൽ പലരും രോഗികളാ, നമ്മുടെ മക്കളിൽ പലരും രോഗികളാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ രോഗങ്ങളൊക്കെ ശിഫാ നൽകട്ടെ. കണ്ടാൽ അറച്ചു പോകുന്ന, വെറുത്തു പോന, ശപിച്ചു പോന രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര വലിയ പരീക്ഷണമായിരുന്നാലും, എത്ര വലിയ ദുരിതമായിരുന്നാലും, ദുഃഖമായിരുന്നാലും, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷണങ്ങളെല്ലാം ക്ഷമയോടുകൂടി നേരിട്ട് കഴിഞ്ഞ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു വിചാരണയുമില്ലാതെ, ഒരു ചോദ്യവുമില്ലാതെ, ഒരു തട്ടലില്ലാതെ അവന്റെ പ്രതിഫലം അല്ലാഹു പരലോകത്ത് പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. വിചാരണ നാളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരെ, ക്ഷമിച്ചവരെ, വിചാരണയില്ലാതെ, ഹിസാബില്ലാതെ നമ്മുടെ പ്രതിഫലങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർത്തിയാക്കി തരുന്നത് അത് ക്ഷമിച്ചവർക്കാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിംറഅതിഹി തബകി ഇൻദ ഖബരി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ ചാരത്തുകൂടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ഖബറിന്റെ അരികിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ, ഒരു സ്ത്രീയുടെ അരികിലൂടെ പ്രവാചകൻ നടന്നു പോവുകയാ. സഹോദരങ്ങളെ, ഖബറിന്റെ ചാരത്ത് തന്റെ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞു പോയ ദുഃഖത്താ, തന്റെ പ്രിയപ്പെട്ടവനായ, തന്റെ സ്നേഹനിധിയായ പുന്നാര മകൻ ലോകത്തോട് വിട പറഞ്ഞു പോയ സങ്കടത്താ ഒരു മാതാവ് ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരയുകയാണ്. ആ ഖബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് പൊട്ടിക്കരയുന്നതായ മാതാവിനോട് പ്രവാചകൻ പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരിഹി. മോനെ നീ മോളെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കേ, നീ ക്ഷമിക്ക് പൊന്നുമോളെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് പറഞ്ഞു. ആ പെണ്ണാണെങ്കിലോ ഈ തന്റെ മുന്നിൽ നിന്നുകൊണ്ട് തനിക്ക് ഉപദേശം നൽകുന്ന, തനിക്ക് ക്ഷമിക്കാൻ പറയുന്നത് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ആ പെണ്ണിനറിഞ്ഞുകൂടാ. ആ പെണ്ണ് പറയുന്നു, ഇലൈക അന്നീ ഫഇന്നക ലമ തുസിബു ബിമുസീബതി. നീ എന്നിൽ നിന്ന് പോടാ, എനിക്ക് വന്നുപോയതായ നാശമുണ്ടല്ലോ, എനിക്ക് വന്നുപോയതായ ദുഃഖമുണ്ടല്ലോ, എനിക്ക് വന്നുപോയതായ അവസരമുണ്ടല്ലോ, അത് നിനക്ക് എത്തിയിട്ടില്ലല്ലോ, നിനക്ക് അല്ലാഹു നൽകിയില്ലല്ലോ. കുറെ കഴിഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്നങ്ങ് പോയി. കുറെ കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, പെണ്ണേ നീ ആരോടാണ് സംസാരിച്ചതെന്നറിയോ? അത് കാരുണ്യത്തിന്റെ തിരുദൂതരാ, അത് ലോകത്തിന്റെ പ്രകാശമാ, ലോക
ലോകത്ത് സമാധാനം പഠിപ്പിക്കാൻ വന്ന തിരുദൂതരാ. ആ പെണ്ണിന് വല്ലാത്ത വിഷമമായി, ആ പെണ്ണിന് വല്ലാത്ത പ്രയാസമായി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ആ പെണ്ണോടുകയാണ്. ആ പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ചെന്നു. ആ പെണ്ണ് പറഞ്ഞു, നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ തിരുദൂതരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു നബിയേ. അങ്ങ് ലോകത്തിന്റെ വസന്തമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു നബിയേ. എന്നോടങ്ങ് ക്ഷമിക്കൂ നബിയേ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു, ഇന്നമസ് സബ്റു ഇൻദ സദ്മത്തിൽ ഊലാ. പെണ്ണെ, ക്ഷമിക്കുന്നത് എപ്പോഴെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എപ്പോഴാണ് ക്ഷമിക്കേണ്ടതെന്നറിയോ? പരീക്ഷണം നമ്മളിലേക്ക് വരുമ്പോഴാ. പരീക്ഷണം വരുന്ന ആ സന്ദർഭത്തിലാണ്, അതിന്റെ തുടക്ക സമയത്താണ് നമ്മൾ ക്ഷമിക്കേണ്ടത്. അങ്ങനെ ക്ഷമിച്ചാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ വിജയം നമുക്ക് നൽകുന്നതാണ്, വലിയ പ്രയോജനം നൽകുന്നതാണ്, കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ അനുയായികളും ക്ഷമിച്ചില്ലേ? ഖദീജ ബീബി പോലും ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തണഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയതമയായി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തണഞ്ഞില്ലേ? ആ പ്രവാചകൻ ക്ഷമിച്ചു പോയെങ്കിൽ, സഹാബത്ത് ക്ഷമിച്ചു പോയെങ്കിൽ, നമുക്കും ആ പ്രവാചകനെ പോലെ ക്ഷമിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും അനുഭവിച്ചു പോയ ത്യാഗങ്ങളോ, റസൂലുള്ളാഹിനും സഹാബത്തിനും വന്നു പോയ പരീക്ഷണങ്ങളോ, പ്രതിസന്ധികളോ നമുക്ക് വന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ അനുഗ്രഹത്താ നമുക്കെന്ത് പ്രയാസമാണുണ്ടായത്, നമുക്കെന്ത് വിഷമമാണുണ്ടായത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ള ഒരുപാട് വിഷമിച്ചില്ലേ? റസൂലുള്ള ഒരുപാട് ത്യാഗം അനുഭവിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധമായ ദീൻ വളർത്തിയത്. അതുകൊണ്ട് ക്ഷമയോടുകൂടി ജീവിതം മുന്നോട്ട് പോകാം. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.